ഈനാം പേച്ചിയുണ്ട്, മരപ്പട്ടിയില്ല. കാക്കവയൽ തെനേരിയിൽ ജനവാസ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈനാം പേച്ചിയും നാട് ചുറ്റാനിറങ്ങിയത്. തെരുവുനായകളിൽ നിന്ന് ഈനാം പേച്ചിക്ക് സംരക്ഷണമൊരുക്കിയ പ്രദേശവാസികൾ വനപാലകരെ വിളിച്ചു വരുത്തി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്നാണ് പഴമൊഴിയെങ്കിലും ഇത്തവണ ഈനാം പേച്ചിയോടൊപ്പം മരപ്പട്ടിയൊന്നും എത്തിയില്ല. ചൈനയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമെല്ലാം അമൂല്യ ഔഷധമായി വിശ്വസിക്കുന്ന ഈനാം പേച്ചിയെ അനധികൃതമായി വേട്ടയാടുന്നതിനാൽ തന്നെ അതീവ വംശനാശ ഭീഷണി നേരിടുകയാണ് ഇവ. ഫിലോഡേറ്റ ഗോത്രത്തിൽ ഉറുമ്പ് തീനി, അളുങ്ക് എന്നറിയപ്പെടുന്ന മാനിസ് എന്ന ജനസിൽപ്പെട്ട സസ്തനികളാണ് ഈനാം പേച്ചികൾ. ആർക്കു നേരെയും ആക്രമണത്തിന് മുതിരാത്ത കരോലിൻ എന്ന രാസപദാർത്ഥം കൊണ്ട് കട്ടിയേറിയ ശൽക്കങ്ങളാൽ സ്വയരക്ഷ നേടുന്ന ഇത്തിരി കുഞ്ഞൻ ഈനാം പേച്ചികൾ പകൽ മുഴുവൻ പന്തുപോലെ ചുരുണ്ടുകൂടി ഉറങ്ങും. രാത്രിയിൽ ഇര തേടുകയാണ് പതിവ്. നാട്ടുകാർ നീട്ടിയ ചാക്കിലേക്ക് അനുസരണയുള്ള കുട്ടിയെപ്പോലെയാണ് ഈനാം പേച്ചി പതുങ്ങിക്കയറിയത്. സ്വയരക്ഷയ്ക്കായി സ്ഥിരമായി പന്തിന്റെ ആകൃതിയിൽ ചുരുളുന്ന ഈ കൊച്ചുകൂട്ടുകാരൻ നാട്ടുകാർക്ക് മുന്നിൽ അതിനു മുതിർന്നില്ല. ഈനാം പേച്ചി എന്ന് കേട്ടുകേൾവി ഉണ്ടെങ്കിലും ആദ്യമായി നേരിട്ട് കണ്ടതിലുള്ള കൗതുകത്തിലാണ് പ്രദേശത്തെ കൊച്ചുകുട്ടികളടക്കമുള്ളവർ. ഇവിടെ 2-3 ദിവസമായി ഈ ഈനാം പേച്ചി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൊക്കെ കുട്ടികളൊക്കെ അതിനെങ്ങനെ കാണുകയും ഇതിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് രാത്രി പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഈ പ്രദേശവാസികൾ വന്നപ്പോൾ ഈ പരിസരത്ത് വീണ്ടും അതിനെ കാണുകയുണ്ടായി. അങ്ങനെ ഒരു ചാക്ക് കാണിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അത് കയറി. മുൻകാലുകളിലെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് മാന്തി പൊളിക്കുന്ന ചിതൽപുറ്റുകളും ഉറുമ്പുകൂടുകളിലും തന്റെ നീളമേറിയ നാക്കുപയോഗിച്ച് ലഭിക്കുന്ന ചിതലുകളും ഉറുമ്പുകളുമാണ് ഇവയുടെ വിശപ്പകറ്റുന്നത്. ആർക്കും ഉപദ്രവമില്ലാതെ സാവകാശം ഇഴഞ്ഞെത്തി കൊച്ചുകുട്ടികളുടെ അടക്കം ചങ്ങാതിയായ ഈനാം പേച്ചിയെ മനസ്സിലാ മനസ്സോടെയാണ് പ്രദേശവാസികളും വനപാലകർക്ക് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, കാക്കവയൽ.